2024 ജനുവരി മാസത്തെ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന പ്രധാനപ്പെട്ട മാക്രോ എക്കോണമിക് ഡാറ്റ വ്യാഴാഴ്ച വരാനിരിക്കെ അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു. തുടക്കത്തിൽ ഹെവി സെല്ലിങ്ങോടുകൂടി പ്രവർത്തനം ആരംഭിച്ച ഡോ ജോൺസിൽ മികച്ച റിക്കവറി കാണാൻ സാധിച്ചു. അതേസമയം നാസ്ഡാക്കിൽ ടെക് സ്റ്റോക്കുകളുടെ വിൽപ്പന തുടരുകയും ഇൻഡെക്സ് 0.55% ഇടിയുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹൈപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം ഉണ്ടായിരുന്നു. ഈ ബൈയിങ് മൊമെൻറ്റത്തിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നാസ്ഡാക്ക് എന്ന ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. അതേസമയം അമേരിക്കയുടെ ബോണ്ട് ഈൽഡ് 4.3% നിന്നും 4.297% ഇടിയുകയും ചെയ്തു. എന്നാൽ ബോണ്ട് ഈൽഡ് മാസത്തിൻ്റെ തുടക്കമായ 3.8% നിന്നും ഇപ്പോഴും ഹയർ സൈഡിലാണ്. ഫെഡിൻ്റെ നെക്സ്റ്റ് മീറ്റിംഗ് മാർച്ച് 20 ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് വീനസ് പൈപ്പ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.2% ഉയർന്ന് 1735 ക്ലോസിംഗ് നൽകി. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 47.03, ഡിവിഡൻഡ് ഈൽഡ് 0.058%. 52 വീക്ക് ഹൈ 1785, 52 വീക്ക് ലോ 711. വീനസ് പൈപ്പ് എന്ന കമ്പനിയുടെ ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം കമ്പനി ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ തന്നെ കപ്പാസിറ്റി എക്സ്പാൻഷനും നടത്തുകയാണ്. കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ചുകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫിറ്റിംഗ് ബിസിനസ്സിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ വെൽഡഡ് പൈപ്സിൻ്റെയും ട്യൂബ്സിൻ്റെയും എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റ് റേഞ്ച് നമ്മൾ പരിശോധിച്ചാൽ ഫിറ്റിംഗ് പ്രൊഡക്റ്റുകളായ എൽബോസ്, ടീസ്, റെഡ്യൂസേഴ്സ്, ജോയിൻ, ഫ്ലഞ്ചസ് തുടങ്ങിയ പല പ്രൊഡക്റ്റുകളും കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കസ്റ്റമൈസേഷൻ സർവീസും, അതായത് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ സർവീസുകളും കമ്പനി നൽകാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം തന്നെ സ്റ്റെയിൻലെസ് ആൻഡ് ടൈറ്റാനിയം വെൽഡഡ് ട്യൂബ് സെഗ്മെൻറ്റിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ തീരുമാനിച്ചു. 2 ഫേസ് ആയിട്ടുള്ള കപ്പാസിറ്റി എക്സ്പാൻഷൻ ആയിരിക്കും നടക്കുക. 2025 മാർച്ച് മാസത്തോടുകൂടി ഫസ്റ്റ് ഫേസ് എക്സ്പാൻഷനും 2025 ഡിസംബർ മാസത്തോടുകൂടി സെക്കൻഡ് ഫേസ് എക്സ്പാൻഷനും നടക്കും. ഇവിടെ കപ്പാസിറ്റി എക്സ്പാൻഷനും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിനും വേണ്ടി കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 71 കോടി ലക്ഷം രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി കമ്പനി ഏകദേശം 4,20,000 വാറണ്ടുകൾ, അതായത് ഇക്വിറ്റി കൺവെർട്ടബിൾ വാറണ്ടുകൾ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വീനസ് പൈപ്പ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. വീനസ് പൈപ്പ് എന്ന സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ കൺസോൾട്ടേഷൻ, റാലിക്ക് ശേഷം കൺസോൾട്ടേഷൻ, ഈ രീതിയിലുള്ള ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും സ്റ്റോക്ക് മറികടക്കുകയും, അതായത് 1500 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതോടുകൂടി കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് മറികടക്കുകയും 1735 അതായത് റാലി ഫേസിലേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധിക്കാവുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസിൻ്റെയും ഡിസ്നി ഇന്ത്യയുടെയും മെർജിനെ കുറിച്ചുള്ള ന്യൂസുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരികയാണ്. റിലയൻസും ഡിസ്നി ഇന്ത്യയും ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 70,352 കോടി രൂപയുടെ വാല്യൂഷനുള്ള ഒരു കമ്പനിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ കമ്പനിയിൽ റിലയൻസിന് 63.16% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഡിസ്നി ഇന്ത്യയ്ക്ക് 36.84% സ്റ്റേക്ക് ഹോൾഡിങ്ങുമായിരിക്കും. കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. ഇതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ പുതിയ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ OTT ബിസിനസ്സിൽ ഏകദേശം 11,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ പശ്ചാത്തലത്തിൽ ചില TV ചാനലുകളുടെ മെർജ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പശ്ചാത്തലത്തിൽ ഡിസ്നി ഇന്ത്യയുടെ ഫിലിംസ് ആൻഡ് പ്രൊഡക്ഷൻ വഴിയുള്ള ഏകദേശം 3000 കണ്ടൻറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സും റിലയൻസ് ഇൻഡസ്ട്രീസിന് ലഭിക്കും. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. 2750 എന്ന റേഞ്ചിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 3000-ന് അവിടെ നിന്നും സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ് 2911 ട്രേഡ് ചെയ്യുകയാണ്. സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 2750, 2725 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇൻഡെക്സിൽ വരാൻ പോകുന്ന റീജിഗ് ആണ്.
2024 മാർച്ച് 28 നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി 100 തുടങ്ങിയ ഇൻഡെക്സുകളിൽ ചില സ്റ്റോക്കുകൾ മാറുകയും ചില സ്റ്റോക്കുകൾ പുതിയതായി സ്ഥാനം പിടിക്കുകയും ചെയ്യും. നിഫ്റ്റി 50-ൽ UPL എന്ന സ്റ്റോക്ക് മാറി അവിടെ ശ്രീറാം ഫിനാൻസ് എന്ന സ്റ്റോക്കാണ് വരുന്നത്. അദാനി പവർ, IRFC, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, REC തുടങ്ങിയ കമ്പനികൾ നിഫ്റ്റി നെക്സ്റ്റ് 50-ൽ സ്ഥാനം പിടിക്കും. അതേസമയം അദാനി വിൽമാർ, മുത്തൂറ്റ് ഫിനാൻസ്, PA ഇൻഡസ്ട്രീസ്, P&G ഹൈജീൻ ആൻഡ് ഹെൽത്ത്, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റി നെക്സ്റ്റ് 50-ൽ നിന്നും പുറത്താവുകയും ചെയ്യും. നിഫ്റ്റി 500 ഇൻഡെക്സിൽ ഏകദേശം 34 സ്റ്റോക്കുകളാണ് വരുന്നത്. ഹൊണാസ കൺസ്യൂമർ, ജിയോ ഫിനാൻഷ്യൽ, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, അസ്ട്രാജെനിക്ക ഫാർമ, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, JSW ഇൻഫ്ര, ജൂപ്പിറ്റർ വാഗൺ, നവോമ വെൽത്ത്, റെയിൽടെൽ കോർപ്പറേഷൻ, ബ്രൈറ്റ്കോം, ഡെൽറ്റ കോർപ്പ്, ഗോ ഫാഷൻ, നസാര ടെക്നോളജി, ഫൈസർ, ഓറിയൻ്റ് ഇലക്ട്രിക്, റാലിസ് ഇന്ത്യ, റോസരി ബയോടെക് തുടങ്ങിയ കമ്പനികളാണ് നിഫ്റ്റി 500 ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കാൻ പോവുക. നിഫ്റ്റി 500 ഇൻഡെക്സ് മാത്രമല്ല, നിഫ്റ്റി 100-ലും നിഫ്റ്റി മിഡ് ക്യാപ് 150-ലും നിഫ്റ്റി സ്മാൾ ക്യാപ് 150-ലും മാറ്റം വരാൻ പോകുന്നുണ്ട്. ഐഡിയ വോഡാഫോൺ എന്ന കമ്പനി നിഫ്റ്റി മിഡ് ക്യാപ് സെക്ടറിലാണ് വരാൻ പോകുന്നത്. അതേസമയം അബൌട്ട് ഇന്ത്യ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ബന്ധൻ ബാങ്ക്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളെ മിഡ് ക്യാപ്പിൽ നിന്നും പുറത്താക്കും. ലുപ്പിൻ, PI ഇൻഡസ്ട്രീസ്, UPL തുടങ്ങിയ കമ്പനികൾ മിഡ് ക്യാപ് ഇൻഡെക്സിലേക്ക് വരികയും ചെയ്യും. ഇൻഡെക്സ് റീജിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവും ഈ സ്റ്റോക്കുകളിൽ പാസീവ് ഫണ്ടുകളുടെ അഡ്ജസ്റ്റ് അനുസരിച്ച് ഫണ്ട് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്